കഥ പറയാം കഥ പറയാം നന്മതൻ കഥ പറയാം. കഥ പറയാം കഥ പറയാം നന്മതൻ കഥ പറയാം. കാലം മായും കോലം മാറും മാറാത്തതൊന്നല്ലോ സ്നേഹം. കാലം മായും കോലം മാറും മാറാത്തതൊന്നല്ലോ സ്നേഹം. കഥ പറയാം കഥ പറയാം നന്മതൻ കഥ പറയാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ചെറിയ കഥയാണ്. ആധുനികതയുടെ വേഗതയിൽ നമ്മൾ മറന്നു പോകുന്ന ചില കൊച്ചു കൊച്ചു വലിയ കാര്യങ്ങളെക്കുറിച്ച്. ഈ കഥയുടെ പേരാണ് സ്നേഹത്തിൻ്റെ വിളക്ക്. നമ്മുടെ കഥയിലെ നായകൻ ദാമോദരൻ നായർ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി തൻ്റെ പഴയ തറവാട്ടിൽ ഒറ്റയ്ക്കാണ്. മക്കളെല്ലാം വിദേശത്താണ്. ഒരാൾ ലണ്ടനിൽ, ഒരാൾ കാനഡയിൽ. മാസം തോറും പൈസ വരും. പിന്നെ ഒരു വോയിസ് മെസ്സേജ്: അച്ഛാ, മരുന്ന് മുടക്കരുത്, ഭക്ഷണം നേരത്തിന് കഴിക്കണം. കഴിഞ്ഞു. ഒരു 30 സെക്കൻഡ്, അതിൽ കൂടുതൽ അവർക്ക് സമയമില്ല. പണ്ട് മക്കൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ചോദിച്ചിരുന്നു, അച്ഛാ ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് ആ ചോദ്യം ചോദിക്കാൻ ആരും തന്നെ ഇല്ല. വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ തൻ്റെ നിഴലിനോട് സ്വയം സംസാരിക്കും. അങ്ങനൊരു ശീലമായി. കൂടുണ്ടേ കൂട്ടിൽ കിളികളില്ലേ, കൂടുണ്ടേ കൂട്ടിന് കിളികളില്ലേ, പാലുണ്ടേ കുടിക്കുവാൻ മനസ്സില്ലേ, പാലുണ്ടേ കുടിക്കുവാൻ മനസ്സില്ലേ. ആ മനസ്സ് വല്ലാതെ തേങ്ങുകയാണ്. പണ്ടത്തെ പോലെ അച്ഛ എന്ന് ഉച്ചത്തിൽ വിളിച്ച് പടികൾ കയറി വരുന്ന മക്കൾ. ഒരു വലിയ ദീർഘനിശ്വാസത്തോടെ ദാമോദരൻ നായർ ഇതെല്ലാം ഓർത്തു. അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം ദാമോദരൻ നായരുടെ വീടിന് മുന്നിൽ ഒരു അപരിചിതൻ വന്നു. മുഷിഞ്ഞ വസ്ത്രം. അവൻ്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ദാമോദരനെ അവൻ്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ വളരെ സഹതാപം തോന്നി. തൻ്റെ മകനെന്ന പോലെ കരുതി അവൻ അകത്തോട്ട് വിളിച്ചു. ആഹാരവും വസ്ത്രവും നൽകി. ആഹാരം വിളമ്പുന്നതിനിടയിൽ ദാമോദരൻ്റെ കണ്ണിൽ നിന്ന് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി മുഴുവനും അവർ സംസാരിച്ചിരുന്നു. വർഷങ്ങളായി താൻ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങളും സന്തോഷങ്ങളും ദാമോദരൻ നായർ ആ യുവാവുമായി പങ്കുവെച്ചു. എന്നാൽ ആ യുവാവ് എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ വന്നെന്നോ ഒന്നും ചോദിച്ചില്ല. ആ യുവാവാണെങ്കിൽ ദാമോദരൻ നായർ പറയുന്ന എല്ലാ കഥകളും ക്ഷമയോടെ കേട്ടിരുന്നു. രക്തബന്ധത്തേക്കാൾ വലിയൊരു ബന്ധം ഹൃദയങ്ങൾ തമ്മിൽ ചേരുമല്ലോ. രക്തബന്ധത്തേക്കാൾ വലിയൊരു ബന്ധം ഹൃദയങ്ങൾ തമ്മിൽ ചേരുമല്ലോ. അറിഞ്ഞുവോ നമ്മൾ, അറിഞ്ഞുവോ സ്നേഹം അപരിചിതരിലും പൂക്കുമല്ലോ. അറിഞ്ഞുവോ നമ്മൾ, അറിഞ്ഞുവോ സ്നേഹം അപരിചിതരിലും പൂക്കുമല്ലോ. പിറ്റേന്ന് രാവിലെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ആ യുവാവ് ഒരു സത്യം വെളിപ്പെടുത്തി. താൻ അച്ഛനുമായി പിണങ്ങി വീട് വിട്ട് വന്നിറങ്ങിയ ഒരാളാണെന്നും ഇന്നലെ ദാമോദരൻ നായർ പറയുന്നത് കേട്ടപ്പോൾ സ്വന്തം അച്ഛൻ്റെ വേദന താൻ തിരിച്ചറിഞ്ഞെന്നും അവൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്തോട്ട് പോകാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, സ്നേഹിക്കാൻ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. സ്വന്തം മാതാപിതാക്കളെയും മുതിർന്നവരെയും ഓർക്കാൻ നമുക്ക് സമയം കണ്ടെത്താം. കാരണം സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. സ്നേഹം എന്നത് സമയമാണ്. അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. നമ്മുടെ സമയത്ത് കൊടുക്കാൻ നിന്നാൽ പിന്നീട് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ സ്വയമായി ഉണ്ടാക്കിയ ഒരു കഥയാണ്. അത് കഥാപ്രസംഗ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചത്. തെറ്റുകളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.